Ritu Chechi, Yes, Varghese. Tell me, how can I help you? ഈ വീഡിയോയില് റിതു ചേച്ചിയും പിന്നെ റിതു ചേച്ചിയുടെ ബ്രദർ റിഷാനും കൂടി എന്താ പ്രാക്ടീസ് ചെയ്യണേന്ന് എനിക്കറിയാം. ആഹാ, അപ്പൊ വർഗീസ് പറഞ്ഞ എന്താ അത്? മെൻഷൻ ഫുൻഫു. Perfect. Smart man. സ്മാർട്ട് മാൻ അല്ല, സ്മാർട്ട് ബോയ്. Oh, sorry. ഓ സ്മാർട്ട് ബോയ് തന്നെ പറയുവാ. വർഗീസിന് എങ്ങനെ മനസ്സിലായി അത് വിങ്ചുൻ കുങ്ഫു ആണെന്ന്? അതാ വീഡിയോന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതല്ല, ഞാൻ ഇപ്മാൻ പറഞ്ഞ മൂവി ടി വി കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇപ്മാൻ ആരാ? ധോണിയൻ. ഏ മണ്ടൻ, ധോണിയൻ ഹിറ്റ്മാനായിട്ട് അഭിനയിച്ച ആളുടെ പേരല്ലേ? ഏ റുവാൻ, വർഗീസിനെ മണ്ടാന്ന് വിളിക്കല്ലേ? റൊവാൻ ഓൾവേസ് ഇങ്ങനെയാ, ഭയങ്കര ബ്രില്യന്റ് ആണെന്ന വിചാരം. എന്നാ റൊവാൻ എന്ന് പറഞ്ഞ് ഇപ്മാൻ ആരാ? ഹിറ്റ്മാൻ ബ്രൂസ്ലിയുടെ ടീച്ചർ അല്ലേ? യെസ് റുവാൻ, കറക്റ്റ്. ആ ചേച്ചി, എന്തൊക്കെയാ ഇവരീ പറയുന്നേ? ആഹാ, എല്ലാരും കൂടി ചേച്ചിയുടെ ബെഡിൽ കയറിയിരുന്നാണോ ഡിസ്കഷൻ മുഴുവനും? അതൊന്നും കുഴപ്പമില്ല, ഒരു രസമല്ലേ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞ ഇറങ്ങാണോ? ചേച്ചി 3 hours ട്രാവലിൽ ഇറങ്ങിയേക്കാം. ആ മാസ്റ്റർ പോകാൻ റെഡിയായോ? ഇറങ്ങുവാ. ഓക്കെ. താമസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഓക്കെ മാസ്റ്റർ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, സ്വന്തം വീട് പോലെ അല്ലേ. സ്വന്തമാണല്ലോ. ഋഷിയെ ഞാൻ അന്വേഷിച്ചെന്ന് പറയൂ. പറയാം. സൺഡേ ഈവനിങ് വരൂലേ ഋതു? മൺഡേ ഹോളിഡേ അല്ലേ ചേച്ചി, അപ്പൊ വീട്ടിൽ നിന്ന് എല്ലാവരും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മിക്കവാറും മൺഡേ ഈവനിങ് ശോഭ. ട്യൂസ്ഡേ മോർണിംഗ്. ഋതുവിനെ ബസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. വേണ്ട അങ്ങോട്ടാക്കും. ശരി, പോയിട്ട് വരാം ചേച്ചി. ഞാനിവിടെ വന്നിട്ട് 6 മാസമായുള്ളു. നാട്ടിൽ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പൊട്ടി നിൽക്കക്കള്ളില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ രാജനച്ഛനെ ഞാൻ വിളിച്ച് ഇവിടെ എന്തെങ്കിലും പണി റെഡിയാക്കി തരാമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞ് കയറി പോരാ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുന്നു. ഋതുവിന് ഇവിടുന്ന് ഋഷികേശിലോട്ട് സ്ട്രൈറ്റ് ബസ് കിട്ടില്ലല്ലോ? ഇല്ല, ഡെറാഡൂണിന്ന് ബസ് മാറിക്കാരണം. വണ്ടി ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വെയിറ്റ് ചെയ്യണോ? ഇല്ല, വേണ്ട, പോയിക്കോ. താങ്ക് യു. എന്നാ ശരി. हाँ जी, भैया एक देहरादून. एक देहरादून. थैंक यू. थैंक यू. ഇപ്പൊ സമയം എന്തായി? എന്തിനാടാ? റിതു 5 മിനിറ്റിൽ വരൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരുവാടാ. നിനക്കൊരു ക്ഷമയില്ലല്ലോ. ഞാൻ ക്ഷമയോട് നിൽക്കുവല്ലേ, കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഹലോ ഹലോ, ഞാൻ ദേ എത്തി. ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ ലെഫ്റ്റ് സൈഡ് കോർണറിൽ നിൽപ്പുണ്ട്. പ്രൈവറ്റ് വെഹിക്കിൾസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. കണ്ടോ? ഓക്കെ കണ്ടു. നീ എടുത്തോളൂ. ഓക്കെ, പാടാ. അതെ അച്ഛാ. വാട്സ്ആപ്പ്. ഹേ റിതൂസ്. വാ ഡാർലിംഗ്, എന്ത് പറയുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ വിശേഷങ്ങൾ പറ. അയച്ചാ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നടാ? കുഴപ്പമില്ലായിരുന്നു. 3 hours ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ സന്തോഷം നോക്കി. ജോലി താമസമൊക്കെ നല്ലതാ അച്ഛാ. താമസം രാജന്റെ വീട്ടിലായതുകൊണ്ട് അത് ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛൻ എന്നെ മിസ് ചെയ്തോ? നീ ഇല്ലാണ്ട് വീട് ഉറങ്ങിപ്പോയില്ലേ? അതല്ല, എനിക്ക് അനീതി മതി. അത് കൊള്ളാം. നിന്റെ ഫ്രണ്ട് അർജിത്ത് അവന്റെ ബ്രദർ കൊണ്ട് വഴക്കടിക്കൊണ്ടാണോ നീ സിസ്റ്റർ മതി എന്ന് പറയണേ? എന്താ ചാൻ പറയുന്നേ? അവന് സിസ്റ്റർ അച്ഛക്ക് സിസ്റ്റർ അല്ലേ ഉള്ളത്, അപ്പൊ എനിക്ക് സിസ്റ്റർ. അതുകൊണ്ട് നീ ഇപ്പഴും ഫിക്സ് ചെയ്തോടാ അനിയത്തിയാന്ന്? ഇല്ല മാസ്റ്റർ, 2 ദിവസത്തേക്ക് ഞാൻ ഫ്രീ അല്ല. ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ്. ഓക്കെ മാസ്റ്റർ, ഞാൻ വിളിക്കാം. അച്ഛാ, പിന്നെ നമ്മുടെ നാളത്തെ ട്രാവൽ പ്ലാൻ എങ്ങനെയാ? നമ്മൾ ആദ്യം ബദരി പോവാ. ബദരി പോയിട്ട് അമ്മയുടെ ആണ്ടുപള്ളി ഇട്ടതിന് ശേഷം പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ 3 പേരും കൂടെ തീരുമാനിക്കേ. എല്ലാവരും കഴിച്ച് നേരത്തെ കിടന്നുറങ്ങാൻ നോക്കാം. രാവിലെ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും എഴുന്നേറ്റോളല്ലോ.
ആ അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. നിന്റെ ആദ്യത്തെ പെണ്ണാണല്ലോ അല്ലേ? ആ ഹരീഷേട്ടൻ അറിയാലോ ഈ ചടങ്ങുകളൊക്കെ എങ്ങനെയാ. നിങ്ങൾ പിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാണല്ലോ. ആ എടാ ഋഷി, ഞങ്ങൾ ആ ജംഗ്ഷൻ ക്രോസ് ചെയ്തു. അവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ആണ് എടുത്തേക്കണേ, അതിനല്ലേ? ആ ഓക്കെ, കറക്റ്റ്. അപ്പൊ എനിക്ക് ഇവിടെ അറിയാം, മനസ്സിലായി. ഓക്കെ, ദേ എത്തിയടാ, ഇപ്പൊ എത്തി. ഓക്കെ. ആ എടാ, എങ്ങനെയാണ് ട്രിപ്പൊക്കെ? നന്നായിരുന്നു. ഗുഡ്. വാ വാ. എടാ ഇത് നവീൻ. മോനെ ഹലോ നവീൻ. ഹായ് അങ്കിൾ. ആ പൂ, വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഇല്ല, ചെറിയ കൺഫ്യൂഷൻ ആയി തോന്നുന്നു അല്ലേ? മോനെ ഈ വഴിക്ക് ആദ്യമായിട്ടാണോ? ആ ഞാൻ ആദ്യമായിട്ടാ. വരൂ. ഹരീഷിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? നന്നായിട്ട് പോകുന്നു. നാട്ടിലേക്കൊക്കെ പോകാറുണ്ടോ? ഞാൻ ഇപ്പൊ ഓഫീസിൽ നിന്ന് തുടങ്ങി, അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. താങ്ക് യു. യു വെൽക്കം. അതിലും അധികം ഇട്ടുണ്ടോടാ? ഇല്ല അതില്ല. എങ്ങനെയുണ്ട് പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട്? കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസാ. ഓ വെരി നൈസ്. വീട്ടില് ചേച്ചിയും പിള്ളേരും പിള്ളേർക്ക് സുഖമായിരിക്കുന്നു. പിള്ളേർ ക്ലാസ്സിൽ പോയി. ഓക്കെ. ഇത് നവീൻ, എന്റെ കസിനാണ്. ഹായ്. ഋഷി ഇപ്പൊ ഇങ്ങനെ ഋതുവിന് വേണ്ടി പ്രപ്പോസൽ നോക്കുന്നു പറഞ്ഞപ്പോഴാണ് ഞാനെന്നാ ഇവന്റെ കാര്യം ഒന്ന് ആലോചിക്കാന്ന് വിചാരിച്ചത്. എന്റെ കസിനാന്ന് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ പരസ്പരം സംസാരിച്ച് പരിചയപ്പെട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതെ, അവര് തമ്മിൽ സംസാരിച്ച് പരിചയപ്പെടട്ടെ. ഹരീഷേട്ടൻ എപ്പോഴും പറയാറുണ്ട് ഋഷിയേട്ടന്റെയും ഋതുവിന്റെയും കാര്യം. ഓ ഹരീഷേട്ടനെ കുറെ കാലമായിട്ട് അറിയാം. ഋഷിയേട്ടന്റെ അടുത്ത ഫ്രണ്ടാ. ഹരീഷേട്ടൻ അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കല്യാണാലോചനകൾ നടക്കുന്നുണ്ട്, എന്നാ പിന്നെ നമുക്കൊരു പ്രപ്പോസലായിട്ട് നോക്കിയാലോ എന്ന് പറഞ്ഞു. ഞാനിതുവരെ അങ്ങനെ ഒരു പെണ്ണുകാണൽ ചടങ്ങിനോ അങ്ങനെ പേരൻസ് ഒന്നും പറഞ്ഞിട്ട് പോയിട്ടില്ല. സോ ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി, അപ്പോൾ വരാമെന്ന് വെച്ചു. ഇപ്പൊ ഞാനൊരു 3 days ആയിട്ടുള്ളൂ എനിക്ക് ജോബ് കിട്ടിയിട്ട്. ഇവിടെ DIT യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാ. അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു എന്തായാലും 1 year വർക്ക് ചെയ്തിട്ട് ഞാനും ഇതിപ്പോ ഞാൻ അറിയാണ്ട് ഇവര് പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു. ഞാനൊരു പെട്ടെന്നൊരു റിപ്ലൈ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്രാക്ടിക്കലി ആലോചിച്ച് പറയണമല്ലോ. ഋതുവിനെ കാണാൻ വന്ന പയ്യൻ എങ്ങനെയുണ്ട്? നല്ല പയ്യൻ. അവര് തമ്മിൽ നല്ല ചർച്ചയുണ്ട്. അവള് വല്ലതും പറഞ്ഞോ? അവളൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് അവൾക്ക് ഇഷ്ടായി. നോക്കാം. ബസ്സുണ്ട്, എന്നാ ശരി, ചെന്നിട്ട് വിളിക്കാം. ഓക്കെ ബൈ. ഋതു, എങ്ങനെയുണ്ടായിരുന്നു 2 ദിവസത്തെ ട്രിപ്പ്? നല്ലായിരുന്നു മാസ്റ്റർ. ബദ്രിനാഥിൽ പോയി, അമ്മയുടെ ആണ്ട് ദിവസമായിരുന്നു. അപ്പൊ ബലിയിട്ടു, അതായിരുന്നു പ്രധാനം. പിന്നെ കുറെ കറങ്ങി. പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ അതോ, ഞാൻ തന്നെ ഇവിടെ എത്തിയപ്പോഴാ അറിയുന്നത്. നല്ല പയ്യനാന്ന് കേട്ടല്ലോ. അപ്പൊ ഇവിടെ എല്ലാ ന്യൂസും കിട്ടുന്നുണ്ടല്ലോ. ഋതു തീരുമാനിക്കട്ടെ എന്ന് ഋഷി പറഞ്ഞത് അല്ലേ? അതെ. ഹലോ. ഹലോ. എന്താടി? കഴിച്ചോ? ഞങ്ങള് കഴിച്ചില്ല. നീ കഴിച്ചോ? കഴിച്ചതേ ഇപ്പൊ റൂമിലെത്തിയുള്ളൂ. അപ്പുവേ ടിവിയുടെ വോളിയം കുറച്ച്. അച്ഛൻ എന്താ എടുക്കുവാ? അച്ഛൻ റൂമിലുണ്ട്, വിളിക്കണോ? വേണ്ട, വിളിക്കണ്ട. ചേച്ചി എന്തേ? അനു കുളിക്കാൻ കയറി. അവനോ? അവനിവിടെ ടി വി കണ്ടോണ്ടിരിക്കുക. പഠിക്കുന്നുണ്ടോ അവൻ? പഠിക്കുന്നൊക്കെ ഉണ്ട്. പഠിച്ച് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോ അവനൊരു 10 മിനിറ്റ് റെസ്റ്റ് വേണമെന്ന്.
ഹലോ എടി ഞാനേ നിന്നെ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ശരി ഓക്കെ ഓക്കെ. Yes, बोलिए. Louis. Yes, Louis. Louis Anthony. You know me, but not so well. Hey, hello. ഋഷി ഇതെന്താണ്? ആരൊക്കെയാണ്? അച്ഛാ കൊച്ചിനെ കൊണ്ടാകത്ത് പോ. മോനെ വാടാ വാ. ലൂയിസ്, നിനക്ക് എങ്ങനെ എന്റെ പേരറിയാം? ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് ബാക്ക് ആണ് ഞാൻ നിന്നെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. ഋഷിറാം, a kung fu teacher, Keralite, collecting data about me. So I thought I will come and help you myself. നമുക്ക് പുറത്തു വെച്ച് സംസാരിക്കാം. എവിടെ വേണമെങ്കിലും ഞാൻ വരാം, എപ്പോ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന സ്ഥലത്ത്. പ്ലീസ് സ്റ്റോപ്പ് ദിസ് പ്ലീസ്. പുറത്ത് വെച്ച് സംസാരിക്കാൻ ഞാനും നീയും തമ്മിൽ എന്താണ് ഡീൽ? What's the deal between you and I? Anyhow, you're a good fighter. Boys, I want to see more. I want to see more! ഋഷി എന്താണ് എന്റെ മോനെ ചെയ്തത് നിങ്ങള്? ഋതു വീട്ടിലുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ അവളെയും കൊണ്ടാ വന്നത്. ഭയങ്കര സംഭവിപ്പല്ലോ മാസ്റ്ററെ. ഭീകര ട്രാജഡി ആയി പോയി. നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടെന്നുള്ളതെ. ഋഷിയുടെ അച്ഛനും കൊച്ചും വൈഫ് 3 പേരും പോയോ? 3 പേരും പോയി. ഋഷിയുടെ വൈഫ് പ്രഗ്നന്റ് അല്ലായിരുന്നു? യെസ്, അവൾ പ്രഗ്നന്റ് ആയിരുന്നു 7 months. എന്തൊരു അക്രമം ഇതല്ലേ. വല്ല പിടിയുണ്ട്. ഇത് ആരാ ചെയ്തേ? ആരെന്താന്നൊരു പിടിയില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. Jai Hind, sir. Jai Hind, Abhijit. What is the situation update? Yes, sir. I'm coming from the crime scene right now. There was a massacre there, sir. How bad? 3 fatal casualties. Male, 61. Female, 7 months pregnant, age 30. And male child, 10 years old. Tino? Yes, sir. There was another casualty. Male, 36. He's in the OT right now. Forensics? The forensic team is already there, sir. They have collected all the scientific evidences. And photographs? The crime scene has been photographed, sir. As of now, prima facie, it seems to be a robbery gone wrong. What about the further course of action? We will round up all the history sheeters with similar MO, sir. Victim statement? Sir, I have informed the doctor that as soon as the male victim becomes conscious, I should be the first one to be informed. Anything else from your side, sir? Nothing, Abhijit. Keep me updated. Jai Hind, sir.
So, what is his condition, doctor? Is he out of danger? Because of skull fracture and the intracranial hemorrhage, we have done a burr surgery. And regarding his recovery, he sustained a blunt force trauma to the back of his head, so his condition is still critical. इसको अभी तक एक भी बार होश नहीं आया? Already past 48 hours, he's still unconscious. Well, it might take time. ഋതു, ഹരീഷേട്ടാ, ഞങ്ങളന്ന് രാവിലെ വീട്ടിലൊന്ന് കണ്ട ശേഷം പിറ്റേന്നൊരു ട്രാവൽ ഉണ്ടായിരുന്നു ഒരുമിച്ച്. ഇന്നലെ രാത്രിയാണ് എത്തിയത്, അതാ വരാൻ ലേറ്റായത്. ഇറ്റ്സ് ഓക്കെ. എന്താ പറയാ, ഭയങ്കരമായിപ്പോയി. ആരാ എന്താന്ന് വല്ല പിടിയുണ്ടോ? ഇപ്പം ആരാ കൂടെയുള്ളത്? നാട്ടിൽ നിന്ന് വലിയച്ഛൻ വന്നിട്ടുണ്ട്, പിന്നെ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഫാർമസിയിലേക്ക് പോവായിരുന്നു. കുറച്ച് മെഡിസിൻസ് വാങ്ങിക്കാൻ. മെഡിസിൻസ് ഞാൻ വാങ്ങിട്ട് വരാം. ഇല്ല കുഴപ്പമില്ല, ഞാൻ പോയി വാങ്ങിട്ട് വരാം. നോ ഇറ്റ്സ് ഓക്കെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിൽക്കാട്ടോ അവിടെ. ഇല്ല കുഴപ്പമില്ല, ഇപ്പം അത്യാവശ്യമൊന്നുമില്ല, പിന്നെ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. താങ്ക് യു ഫോർ ആസ്കിങ്. വെല്ലച്ചൻ എന്തായാലും നാട്ടിലേക്ക് പോയിക്കോ, വെല്ലുമ്മയ്ക്ക് വയ്യാണ്ടിരിക്കല്ലേ. അല്ല, അതിന് ബോധം തെളിഞ്ഞിട്ടില്ലല്ലോ മോളെ, ഞാൻ നിൽക്കാം. വേണ്ട വെല്ലച്ച, ഇവിടെ ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ. നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ മോളെ. ഞാൻ ഇത്രയും പിടിച്ചത്. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, നാട്ടിലേക്ക് പോയി. അത് നമുക്ക് ആലോചിക്കാം. തൽക്കാലം വെല്ലച്ചും പോയിക്കോ, ഇത്രയും ദിവസമല്ലേ വന്നിട്ട്. इधर आओ, खड़े हो जाओ सब।
देखो ऋषि, इनमें से कोई है? ऋषि, can you recognize them? Look at them. Can you recollect anything? The whole police force is with you. Look carefully. You are the only witness we have, Rishi, and your identification is most important for us. Can you identify them, Rishi? Try, Rishi. You can identify them. Come on, Rishi. We know one of them is involved in this. സർ, എനിക്കൊന്നും ഓർമ്മയില്ല. Focus. See, look. याद नहीं. I don't remember anything. ऐसा मत बोलो ऋषि. You have to try harder. मुझे कुछ याद नहीं. ഹലോ ഋതു. ഞങ്ങൾക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങളെ അവിടെ ആക്കിയിട്ട് പോരാൻ. നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സമ്മതിച്ചത്. ഇത്രയും വലിയൊരു ട്രാജഡി നടന്ന വീട്ടില് ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞത് ഋഷിക്ക് മെന്റലി വലിയ പ്രയാസമായിരിക്കും. ഋഷിക്ക് മാത്രമല്ല ഋതുവിനും. മനസ്സിലായി ചേച്ചി. ഞങ്ങൾ ഇപ്പോഴും പറയുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാം. കുറച്ചു നാൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് ഋഷിയുടെ ഹെൽത്ത് ഓക്കെ ആവുന്നവരെങ്കിലും. എന്താവശ്യമുണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും ഞങ്ങളെ വിളിക്കാൻ മടിക്കരുത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ശരി, ബൈ. അപ്പു എവിടെയാ? അനു, എവിടെയാ നിങ്ങൾ? എടാ, നീ എന്തിനാ പേടിക്കുന്നേ? അച്ഛല്ലേ കൂടെ? അച്ഛാ, അച്ഛാ, മോനെ ഋഷി, ഡാ ഋഷി, അപ്പോ, അനുവേ,
നവീൻ, ഹായ്. എന്താ ഇവിടെ? ഒഫീഷ്യൽ ട്രിപ്പ് പോലാണോ? അല്ലല്ല, ഹോസ്പിറ്റലിൽ നേരെ ഇങ്ങോട്ടാണോ പോകുന്നത്? ഇല്ല, വീട്ടിലാ പോയെ. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓക്കെ. ഫോൺ ഓഫാന്ന് തോന്നുന്നല്ലേ? ഞാനിപ്പോൾ ഫോൺ യൂസ് ചെയ്യാറില്ല. എനിക്ക് ആക്ച്വലി ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. അത് സാരമില്ല, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവിടെ. ഞാനാകെ റെസ്റ്റ്ലെസ് ആയപ്പോൾ ഇറങ്ങിയതാണ്. ഹരീഷേട്ടൻ അറിയില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ആക്ച്വലി നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവരാ പറഞ്ഞ് നിങ്ങൾ 4 മാസമായിട്ട് ഇവിടെയാണ്. നമ്മളന്ന് വീട്ടിൽ വെച്ച് കണ്ടു, സംസാരിച്ചു. അതിനുശേഷം ഒരു ഡിസിഷനിലേക്കൊന്നും എത്തിയില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പിന്നെ ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യാൻ ഋതുവിനെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നുന്നു. വേണ്ട നവീൻ, വെയിറ്റ് ചെയ്യണ്ട. അത് നവീനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അങ്ങനൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇല്ല, ഞാൻ ഫോഴ്സ് ചെയ്യല്ല. പെട്ടെന്നൊരു ഡിസിഷൻ പറയാൻ വേണ്ടിയിട്ടും പറഞ്ഞതല്ല. നവീൻ എന്നെക്കാട്ടിലും നല്ലൊരാളെ കിട്ടും. വീട്ടിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ചേട്ടൻ നവീനെ കണ്ട പിന്നെ വെറുതെ എന്തിനാ? I don't want that. I've decided to stay with my brother. I'm sorry.